ചേട്ടാ, ചായ കുടിക്കരുത്. ചായ കുടിച്ചാൽ ഞാൻ കുടിക്കും. ചായ കുടിച്ചാൽ പശുവിനെ കൊല്ലുന്നതിന് തുല്യമാകില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആഷിക്കെ. അതായത് സാധ്വി ശ്രദ്ധാഗോപാല് ദീദി, അവർ ദീദി എന്നാണ് അറിയപ്പെടുന്നത്. ദീദിയുടെ ഒരു വിവാദ പ്രസ്താവനയാണ് ഇപ്പം ഈ പറയുന്ന ആഷിക്ക് എന്നോട് ചോദിച്ച ആ ഒരു വിഷയം. പശുക്കളെ കൊല്ലുന്നതിന് തുല്യമാണ് പാല് കുടിക്കുന്നത് അല്ലേ? പുരാണങ്ങളിലെ ഒരു കഥാപാത്രമായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ഗോപാലകനായിട്ടാണ് ജീവിച്ചത്. അദ്ദേഹം രാജകുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും കംസനിൽ നിന്നും മകനെ രക്ഷിക്കുവാനായി കൊണ്ടുവന്ന് കൊടുത്തത് വസുദേവരുടെയും യാദവവംശമാണ്. അതെ, ഗോപാലവംശം, ഗോപാലകർ, അതായത് പശുക്കളെ സംരക്ഷിക്കുന്നവരായിട്ടാണ്. വെണ്ണകെട്ട് നിന്ന ആളാണ് കണ്ണൻ. വെണ്ണക്കെട്ടാണ് അദ്ദേഹം കുസൃതി കാണിച്ചുകൊണ്ടിരുന്നത്. വെണ്ണകെട്ട് തിന്നുക, പാല് കട്ട് കുടിക്കുക, പശുവിൻ്റെ അകിടിൽ നിന്ന് പാല് കുടിക്കുക, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഗോവധം എന്ന് പറഞ്ഞ് ഒരു സംഭവത്തിലേക്ക് വന്നു. പശുവിൻ്റെ ഇറച്ചി അതിപ്പം ഈ രാജ്യത്ത് അത് നിയമമാക്കി, ഗോവധ നിരോധന നിയമം. ബഫല്ലോ മീറ്റ്, ഐ മീൻ പോത്തിറച്ചി പോലും ഗോക്കളുടെ ഇറച്ചി, അത് പശുക്കളുടെ ഇറച്ചിയാണെന്നുള്ള രീതിയിലേക്ക് വന്ന് അത് കയ്യിൽ വെക്കുന്നവരെ പോലും തല്ലിക്കൊല്ലുക. പശുക്കളുമായി പോകുന്ന വാഹനങ്ങൾ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. പശുക്കളുമായി പോകുന്ന ട്രക്കുകൾ ഹൈവേയിൽ വെച്ച് അതിൻ്റെ പിന്നാലെ നടന്ന് അതിൻ്റെ ടയർ പഞ്ചറാക്കി വാഹനം അപകടത്തിൽപ്പെടുത്തുന്ന ഗോസംരക്ഷണ സേന. അതായത് ഇവിടെ മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു സേനയും ഇല്ലെങ്കിലും, ഒരു സേനയും ഇല്ലെങ്കിലും ഗോക്കളെ സംരക്ഷിക്കാനും നായ്ക്കളെ സംരക്ഷിക്കാനും ഇവിടെ സേനയുണ്ട്. അതായത് മനേകാ ഗാന്ധിയുടെ ഒരു നേതൃത്വത്തിൽ ഇവിടെ നായ്ക്കളെ സംരക്ഷിക്കാൻ ഒരു സമിതി, എന്താ പറയുന്നത്, ഇവിടെ ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസത്തെ മുറുക്കെ പിടിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പേരിൽ ഗോക്കളെ സംരക്ഷിക്കുവാനായിട്ട് ഒരു പദ്ധതി. ഇപ്പം ഈ പറയുന്ന സാധ്വി ശ്രദ്ധാഗോപാൽ എന്ന് പറയുന്ന ദീദി, അവർ ഗോസംരക്ഷണ പ്രവർത്തകയാണ്. അവർക്ക് കുറച്ച് ഡെസിഗ്നേഷൻസ് ഒക്കെ ഉണ്ട്. ഗോസംരക്ഷണ പ്രവർത്തകയാണ്, അതുപോലെ തന്നെ സംസ്കാര ധർമ്മ സംരക്ഷണ പ്രവർത്തകയാണ്. അതായത് സംസ്കാരങ്ങളെയും, സംസ്കാരം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന് തനതായ ഒരു സംസ്കാരമുണ്ട്. അത് നമുക്കറിയാം, ആർഷഭാരത സംസ്കാരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഒരുപാട് ചരിത്രങ്ങളിലൂടെയാണ് ഭാരതം കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ഇന്നലത്തെ മഴയിൽ ഒന്നും കുരുത്ത് വന്നൊന്നും അല്ല ഭാരതം എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് രക്തമൊഴുകിയിട്ടുണ്ട്, ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാമാണ് ഭാരത സംസ്കാരം കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, പണ്ട് കാലത്ത് മുഗളന്മാരുടെയും അതുപോലെ തന്നെ എന്താ പറയുന്നത് പറങ്കികളുടെയും ഒക്കെ പടയോട്ടത്തെ അതിജീവിച്ച് വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് മറ്റ് ഒരു രാജ്യത്തിനും അല്ലെങ്കിൽ മറ്റ് ഒരു ലോകരാജ്യങ്ങൾക്കും അവകാശപ്പെടുവാനില്ലാത്ത ഒരു പൈതൃകം സ്വന്തമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് നമ്മൾ അഭിമാന പുരസ്സരം പറയുന്ന നമ്മുടെ ഇന്ത്യ. ഇതെല്ലാം അറിയാവുന്നതാണ്. ഒരുപാട് ശേഷിപ്പുകൾ, ചരിത്ര ശേഷിപ്പുകൾ ഉറങ്ങുന്ന ഒരു മണ്ണാണ് നമ്മുടെ ഭാരതം. അപ്പം ആ പറയുന്ന സംസ്കാരങ്ങളും അതൊക്കെ സംരക്ഷിക്കാനും, പിന്നെ ധർമ്മം എന്നവർ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പറയുന്ന ധർമ്മം എന്ന് പറയുന്നത് ഈ ഭാരതം ഹിന്ദുക്കളുടേത് മാത്രമാണ്, സനാതന ധർമ്മമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഹൈന്ദവ സനാതന ധർമ്മം. അതായത് ഈ ഭാരതം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടേത് മാത്രമാണ്. ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതി, മറ്റുള്ള മതങ്ങളെ ഒന്നും അവർ മനുഷ്യരായി പോലും അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് എന്തോ, അവർ പറയുന്നത് എങ്ങനെയോ അത് മാത്രമാണ് ശരി എന്നുള്ള ഒരു പിടിവാശിയിൽ നിൽക്കുന്ന ഒരു പറ്റം. അവരുടേതാണ് ഈ മണ്ണ് എന്നാണ് അവരുടെ വാദം. അവരുടേതാണ് ഈ മണ്ണ് എന്ന് അവർ പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. അവരിപ്പം അഭിമാന പുരസ്സരം ചുവന്ന് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന അവരുടെ പ്രധാനമന്ത്രി, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു കാപ്പി, അതൊരു ചായക്കടക്കാരനായിട്ട്, അതെ, ചായക്കടക്കാരിൽ നിന്നും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവെന്നിരിക്കെ ഇപ്പോൾ അവർ പറയുന്നു ചായ കുടിക്കുന്നത് ഗോക്കളെ കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പോൾ അവരുടെ പ്രധാനമന്ത്രി ഒരു ഗോഹത്യ നടത്തിയ വ്യക്തിയാണെന്നല്ലേ അവർ പറയുന്നത്. അവർ അരക്കിട്ട് ഉറപ്പിക്കുന്ന അങ്ങനെയാണോ? എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യമാണ്. എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എന്ത് പഠിക്കണം, എന്ത് കാണണം എന്നുള്ളത് അവൻ്റെ മൗലിക അവകാശമാണ്, ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ്. മൗലിക അവകാശങ്ങൾക്ക് മേലേക്ക് കൈ കടത്തുന്നത് എന്തും തീവ്രവാദങ്ങളാണ്. മനസ്സിലായോ? തീവ്രവാദം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നതാണ് തോക്ക്, കത്തി, അതുപോലുള്ള യുദ്ധ കാര്യങ്ങളാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതല്ല, ന്യായമല്ലാത്ത ഒരു ആശയത്തെ തീവ്രമായി ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആശയത്തെ മാത്രമല്ല, ന്യായമല്ലാത്ത ഒരു വസ്തുതയെ അല്ലെങ്കിൽ ഒരു വാദത്തെ
അത് മറ്റൊരുവനിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക, അതിന് സാധിക്കാത്ത പക്ഷം അയാളെ കടന്നാക്രമിക്കുക, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ തീവ്രവാദം. തീവ്രവാദം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും തീവ്രവാദികളുണ്ട്. ഈ പറയുന്ന ഒരു സമുദായത്തെ ഒന്നടങ്കം തീവ്രവാദികളെന്ന് മുദ്ര കുത്തുമ്പോൾ ഇവർ പറയുന്നതും തീവ്രവാദം തന്നെ അല്ലേ എന്ന് ചിന്തിക്കണം. എന്ത് കഴിക്കണം, ഞാൻ മുൻപ് പറഞ്ഞു എന്ത് കഴിക്കണം എന്നുള്ളത് ഒരുവൻ്റെ അവകാശമാണ്. ഈ പറയുന്ന UP-യിൽ പശു മാംസം കയ്യിൽ വെച്ചുവെന്നും പറഞ്ഞ് ഒരു പാവപ്പെട്ട കർഷകനെ തല്ലിക്കൊന്നിരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ബഫല്ലോ മീറ്റാണ്, ഐ മീൻ പോത്തിറച്ചിയാണ്, പോത്തിൻ്റെ എരുമയുടെയും പോത്തിൻ്റെയും ഒക്കെ ഇറച്ചിയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ പോത്തിറച്ചി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സംസ്ഥാനം UP കൂടെയാണ്, ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ, ഈ പറയുന്ന മിക്ക കമ്പനികളും ഹിന്ദുക്കളുടെ പേരിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊന്നും ഇവർക്ക് കാണില്ല, ഇവരുടെ കണ്ണിൽ അതൊന്നും പെടില്ല. ഇതൊരു ഇരട്ടത്താപ്പല്ലേ? തീർച്ചയായിട്ടും ഇതൊരു ഇരട്ടത്താപ്പ് മാത്രമല്ല, ഇത് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. പണ്ടിവിടെ നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്ന പറങ്കികൾ ചില നിയമങ്ങൾ ഇവിടുത്തെ ഇന്ത്യക്കാരുടെ മേലേക്ക് അടിച്ചേൽപ്പിച്ചിരുന്നു. അങ്ങനെയുള്ളതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഒരു കാര്യം ചിന്തിക്കണം. മുൻപ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് അവരുടെ അവസാന പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. അറിയാം, മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ഒന്നും ഒരാളിലേക്കും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർ ഭരിച്ചിരുന്നു, രാജ്യം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. അതിനുശേഷം ഈ BJP അധികാരത്തിൽ വരുന്നു, BJP NDA സഖ്യം അധികാരത്തിൽ വരുന്നു, കേന്ദ്രം ഭരിക്കുന്നു, തുടർച്ചയായി അവർ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ വർഷം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയത്, രണ്ടാം വർഷം തുടർഭരണം വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ കേരളത്തിലേക്ക് ചൂണ്ടി, ഇവിടുത്തെ BJP-ക്കാർ കേരളത്തിലേക്ക് കൈ ചൂണ്ടി, കേരളത്തിലെ മുഖ്യമന്ത്രി അയ്യോ അങ്ങനെ കാണിച്ച്, അയ്യോ ഇങ്ങനെ കാണിച്ച്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവരുടെ ഈ പറയുന്ന മറ്റേ ഡൽഹിയിലേക്ക് അവർ നോക്കുന്നില്ല, അല്ലെങ്കിൽ UP-യിലേക്ക് നോക്കുന്നില്ല, ബീഹാറിലേക്ക്, ഉത്തർപ്രദേശിലേക്ക്, കേരളത്തെ സൊമാലിയ എന്ന് വിശേഷിപ്പിച്ച ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതേസമയം കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറെ പടി മുന്നിലായിരുന്നു. സമാധാനത്തിന്റെ കാര്യത്തിലും വികസനത്തിന്റെ കാര്യത്തിലും വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെ എല്ലാ മേഖലകളിലും. അത് തുറന്നെടുത്ത് പറയേണ്ടി വരും. നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമാണ്. വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളുടെ എണ്ണം തുലവും കുറവായിട്ടുള്ള, വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്തവരുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നത് ആഷിഖിന് ഞാൻ പറയാതെ അറിയാവുന്നൊരു കാര്യമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ തന്നെ ഏക സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തെ ഈ പറയുന്ന UP-യിൽ ഇരുന്നു കൊണ്ട് ഇങ്ങോട്ടേക്ക് വിരൽ ചൂണ്ടി പുച്ഛിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്വന്തം ഗുജറാത്തിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വന്തം ഗുജറാത്തിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത, ഒരു നേരം വസ്ത്രങ്ങൾ ഉടുക്കാനില്ലാത്ത, നല്ല വിദ്യാഭ്യാസം ലഭിക്കാത്ത എത്രയോ ആളുകൾ തിങ്ങിപ്പാർക്കുന്നുണ്ടെന്നറിയോ? അതുമാത്രമല്ല ചേട്ടാ, ഒരു വാസയോഗ്യമായിട്ടുള്ള വീടില്ല. സ്വച്ഛ് ഭാരത് മിഷൻ എന്ന പേരിൽ ഇവിടെ കുറേ കൊട്ടിഘോഷിക്കപ്പെട്ട സംഭവങ്ങളിൽ ഇപ്പോഴും ഈ പറയുന്ന ഉത്തർപ്രദേശിൻ്റെ തെരുവീതികളിലൂടെ നടക്കുമ്പോൾ മലം മണക്കാറുണ്ട്. മലം നാറുന്ന, ഓടകളിൽ പുഴുവരിക്കുന്ന തെരുവുകൾ ഇന്നുമുണ്ട് ഈ പറയുന്ന ഉത്തർപ്രദേശിൽ. ഡൽഹിയിലേക്ക് പോകുമ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡുകളിലിരുന്ന് നമ്മുടെ സംസ്ഥാനം കടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താ പറയുന്ന ഉത്തരേന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ ഈ പറയുന്ന റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ട്രെയിൻ പോകുമ്പോൾ ആ ട്രെയിനിലേക്ക് ശ്രദ്ധിക്കാതെ ഇരുന്ന് വിസർജനം നടത്തുന്ന എത്രയോ മനുഷ്യരെ കാണാൻ സാധിക്കുക. ആരുടെ കണ്ണിലാണ് പൊടിയിടുന്നത്? വെറുതെ പൊടിയും ഇട്ടിട്ട്. ഈ പറയുന്ന പശു എന്ന് പറയുന്നത് മാതാവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ, പശുവിനെ കൊണ്ട് കിടപ്പൂരി കയറ്റിയിരുത്തേക്ക് സ്വന്തം അപ്പനെ അമ്മയും കൊണ്ട് തൊഴുത്തി കിടണം ആദ്യം. എന്നിട്ട് കാളെ ആദ്യം അപ്പാന്ന് വിളിക്കുക, എന്നിട്ട് പശുവിനെ കയറി പറഞ്ഞതുപോലെ അത് പറഞ്ഞാൽ കാളെ കയറി അപ്പാന്നും പശുവിനെ കയറി അമ്മയെന്ന് വിളിക്കുക. എന്ത് കഴിക്കണം എന്ത് കുടിക്കണം എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അതിൻ്റെ പുറത്തേക്ക് ആരൊക്കെ, ഏത് സാധ്വയായാലും ഏത് സ്വാമി ആയാലും ആരാണെങ്കിലും പോട പുല്ലെന്ന് പറയാൻ ധൈര്യമുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. ഇതിന് പുറത്തേക്കുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിമകളായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു ചായ കുടിക്കാം അല്ലേ? തീർച്ചയായിട്ടും.